ഒരു പോളാർ ബിയറിനെ വരയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. ഫുൾ വൈറ്റ് ആണ്. കോംപ്ലിക്കേഷനുള്ള ഐറ്റംസ് ഒക്കെ വരയ്ക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചിലതൊക്കെ കുളമാകും, എന്നാലും എല്ലാം നമ്മൾ ശ്രമിച്ചു നോക്കണം. അതിൻ്റെ ഭാഗമായിട്ട് റിയൽ പിക്കിന്ന് വരയ്ക്കുന്നതിനോടാണ് ഈ ഒരു താല്പര്യം. എന്നിട്ട് ഇപ്പോൾ വരയ്ക്കുന്ന എല്ലാം കുട്ടികൾ ബേസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പിക്കൊക്കെയാണ് കൂടുതലും വരച്ച് വെച്ചത്. ചെറിയ കുട്ടികൾക്ക് ആനിമൽസ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വരുന്ന ഒരു പ്രായമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് ഉദ്ദേശിച്ചാണ് വരയ്ക്കുന്നത്. കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, കാണിക്കാം. യൂട്യൂബിലൊക്കെ ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പം കുറച്ച് വരയിലോട്ട് വന്നേക്കാണ്. പിക്ചർ ബേസ് അല്ലാത്ത ഷോപ്പിലെ സാധനങ്ങളുടെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. ഇതിപ്പം ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ കുറേ ദിവസങ്ങളായി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. പിക്ചേഴ്സൊക്കെ കുഞ്ഞു കുട്ടികൾ ആദ്യമായിട്ട് കാണുമ്പോൾ ആന, ജിറാഫ്, ടൈഗർ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സൈസ് പിക്കൊക്കെയാണ് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ, ഷോപ്പിൻ്റെ അവിടെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഷോപ്പ് വിസിറ്റ് ചെയ്താൽ അല്ലാതെ കുറേ പിക്ചേഴ്സ് ഞാൻ വരച്ച ഒത്തിരി പിക്ചേഴ്സ് അവിടെ ഷോപ്പിലൊക്കെ ഷോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വരച്ചതാണെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരോടും ഞാൻ വരച്ചതാണെന്ന് പറയുന്നത് എങ്ങനെ, അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടുമില്ല. ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് കാണിക്കാം. ഇപ്പം കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്, അത് കാണിക്കാം കേട്ടോ. ഔട്ട്ലൈനാണ് വരയ്ക്കുന്നത്. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് രൂപമൊന്നും ചിലപ്പോൾ ആദ്യം കാണത്തില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ്. പിന്നെ ഇത് വരച്ച് കളറൊക്കെ ചെയ്ത് സെറ്റായി വരുമ്പോഴാണ് ഇത് ശരിക്കുള്ള പിക്ചറായിട്ട് മാറുന്നത്. വരയ്ക്കുന്ന പിക്ചേഴ്സൊക്കെ താണ്ടേ ആച്ചി കാണിച്ചു തരും. ഇത് ഇന്നലെ വരച്ച് കംപ്ലീറ്റായി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ടൈഗർ ആണെന്ന് തോന്നുന്നു വിശ്വസിക്കുന്നു. കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ അതാണ്ടേ കാണിച്ച് പിക്ചേഴ്സൊക്കെ എല്ലാം ചെറിയ ഫ്രെയിമിലാണ് കേട്ടോ. അതായത് ചെറിയ ഫ്രെയിം എന്ന് വെച്ചാൽ ഒരു A4 സൈസിന്റെ 4/1 വരത്തില്ല, അതിനേക്കാളും. ഇത് A5 സൈസാണ്. ഇത് A5 ഫിഷ്, പിന്നെ അച്ചിയുടെ ഫേവറേറ്റ് തരത്തില്ല കേട്ടോ. ഇത് മുയൽ. ഇവിടെ ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നതൊക്കെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളും ഓരോരുത്തരും വരുന്നവരൊക്കെ ഇത് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബേബി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ല. ആ ബേബിക്ക് ഓരോ പടം വരയ്ക്കുമ്പോഴും ഞാൻ കാണിച്ചു കൊടുക്കും. അവനതൊന്നും തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്നാലും ആന, ജിറാഫ്, സീബ്ര, ബട്ടർഫ്ലൈ ഒക്കെ പറഞ്ഞു കൊടുക്കും. അയാൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ ബേബി റിലേറ്റഡ് പിക്ചേഴ്സ് വരയ്ക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് അവനാണ് കാരണം. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പിക്ചറാണിത്. ഉമ്മ തന്നെ വരച്ചയാ. ഇത് പപ്പായ. പപ്പായ എന്ന് പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടം. പപ്പ എന്നൊക്കെ ഇപ്പം പറഞ്ഞു തുടങ്ങി. 1 year ആയി. ഇത് റോക്ക്, അതൊക്കെ ഇഷ്ടം. അതെ, റിഫ്ലക്ഷൻ അടിക്കണം. ഇതൊരു മാപ്പിൻ്റെ, ഇതെല്ലാം ഉമ്മ വരച്ചതാണ്. ഇതെല്ലാം കോവിഡ് ആ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ വരച്ച പിക്ചേഴ്സാണ്. എൻ്റെ ഉമ്മയായതുകൊണ്ട് പറയല്ല, മൾട്ടി ടാലൻറ്റഡ് ആണ്. വേറെ കുറച്ച് കലാപരിപാടികളും ഉണ്ട്. ഇങ്ങനെ എന്താണ് പറയുന്നത് അമ്മേ, അല്ലാത്ത ആർട്ട് വർക്കില്ലേ, ക്രിയേറ്റീവ് സംഭവങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഞാൻ പറയാം വേറെ
കുക്കിങ് അടിപൊളി ഷെഫാണ്. പിന്നെ കഥ എഴുതും, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അത് ഇതുവരെ പുറത്തൊന്നും വിട്ടിട്ടില്ല. ബട്ട് ഉടനെ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊരു പ്ലാൻ ഉണ്ട് ഉമ്മയ്ക്ക് സെപ്പറേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വേറെന്തൊക്കെയാ ഉള്ളേ? വേറെന്തുണ്ട്? ഇനി ഓർക്കുമ്പോ ബാക്കി പറയാം. എല്ലാവർക്കും എല്ലാം പറ്റും. സത്യം പറഞ്ഞാല് ഞാന് ഇത്രയും വർഷമായിട്ട് കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, പിന്നെ കല്യാണം, പിന്നെ കുട്ടികളായി, ഒരു പേരക്കുട്ടിയായി, അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ടൈമിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വരകളും എഴുത്തും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ഓരോരോ കഴിവ് കാണും. ഞങ്ങൾ വലുതായി, മക്കളായി, അവരെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കഴിവുകളൊന്നും താഴ്ത്തി വെക്കരുത്. സമയം കിട്ടുമ്പം നമ്മുടെ സ്വന്തം ഒരു എൻജോയ്മെൻറ്റ് അത് തീർച്ചയായിട്ടും എല്ലാവരും പുറത്തെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലാ സപ്പോർട്ടോടുകൂടി എല്ലാ സാധനങ്ങളും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് വരച്ച് കൊണ്ടിരിക്കുകയാണ്. പിന്നെ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇനി വിഷ്വൽസായി വരണമെന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരും. ഇപ്പോൾ തൽക്കാലം വരയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം പറ്റും കേട്ടോ, ആർക്കും പറ്റാത്ത കാര്യമൊന്നുമല്ല. ഇതുപോലെ കഴിവുകളൊക്കെ ഉണ്ടായിട്ട് എല്ലാം പിന്നെ പുറത്ത് കാണിക്കാതെ ഇരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാർ ഉണ്ടെന്ന് എല്ലാവർക്കും. അവർ ഈ കാണുന്ന എത്ര പേര് കാണും അങ്ങനെ കഴിവുള്ളവർ. അതുകൊണ്ട് എല്ലാവരുടെയും കഴിവുകൾ പുറത്തെടുക്കുക. കുറച്ച് പിക്കോടുണ്ട്, അതും കാണിക്കും. ഇത് ഫുള്ള് കാണിച്ചില്ലല്ലോ നമ്മൾ. ഇതേ അടുത്തതൊരു 3D എഫക്റ്ററുള്ള എലിഫൻറ്റ്. ഇതെല്ലാം മെയിനായിട്ട് നമ്മൾ ബേബി റൂം ഡെക്കറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലെ 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂമിൻ്റെ വൈബ് തന്നെ മാറും. ഭയങ്കര എസ്തറ്റിക് ഒരു ലുക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ പിക്ചർ. ഇപ്പോൾ പേളിമാണിയുടെ ഒക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ, നില ബേബിക്കൊക്കെ സെപ്പറേറ്റ് റൂമൊക്കെ ഡെക്കർ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒക്കെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ ആണെങ്കിലും അപ്പോൾ അങ്ങനത്തെ കേസിൽ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബേബി ടച്ച്. പിന്നെ വലുതാകുമ്പോഴാണേലും അവർക്കിതൊക്കെ കാണുന്ന ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ബേബി ആ ഒരു ഉമ്മി വരച്ച പടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അവർക്ക്. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനകത്തൊക്കെ അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിരിക്കുന്ന ആൾ. എന്താ അതിൻ്റെ പിന്നിൽ ഇതൊന്നും അറിയില്ല. ഇത് ഉഗ്രനാണ്, ഇത് ഉഗ്രനാണ്. ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ ഉണ്ടോയെന്നറിയില്ല. മാക്സിമം കാണിക്കാം. ഇത് അടിപൊളിയാട്ടോ, എല്ലാം അടിപൊളിയാണ്. ഇതേ ഈ സീബ്രയുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ബ്ലർഡായിട്ടൊക്കെ വരച്ചിരിക്കുന്നു. സീബ്രയുടെ കഥ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്. ഞാനേ ഈ ഓരോ പിക്ക് വരയ്ക്കും. നമ്മുടെ പല ഏറ്റവും വലിയ കലാകാരൻ എന്ന് പറയുന്നത് ദൈവമാണ്, എല്ലാവർക്കും അറിയാവുന്ന. അത് കൂടുതൽ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഓരോ പടം വരയ്ക്കാൻ വേണ്ടി ഞാൻ ഓരോ റിയലിസ്റ്റിക് പിക്ചേഴ്സ് എടുത്തിട്ടാണല്ലോ വരയ്ക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം സീബ്രയെ വരയ്ക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അതിൽ ഡിസൈൻ കണ്ടിട്ട്. നമ്മൾ നിസ്സാരമായിട്ട് പറയുമല്ലോ, കറുപ്പും വെളുപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനുകളുള്ള ജീവിയാണ് സീബ്ര. പക്ഷെ ആ സീബ്രയിൽ കൊടുത്തേക്കുന്ന ലൈനുകളുടെ ഓരോ റൂട്ട് പോയിരിക്കുന്ന ആ ഒരു രീതി കണ്ടിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് അതിശയമായി. അപ്പോൾ ദൈവമാണ് ഏറ്റവും വലിയ കലാകാരൻ. അപ്പം ആ പ്രകൃതിക്ക് കൊടുത്തേക്കുന്ന ഓരോ നിറവും ഓരോ രൂപവും പക്ഷികളുടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഏത് വരയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പല മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, ബ്രഷൊക്കെ വാങ്ങണം, പലതും ചീത്തയായിപ്പോൾ. അപ്പോൾ ഇനി ബേർഡ്സൊക്കെ വരയ്ക്കുന്നുണ്ട്. വലിയ പിക്കുകൾ കൂടുതലും വരച്ചേക്കുന്നത്
സെമീന ഹാരിന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അത് ഈ കോവിഡ് സമയത്ത് വരച്ച ഒത്തിരി പിക്ചേഴ്സ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ ഈ വരച്ചേക്കുന്ന ഇപ്പൊ ഈ ഒരു 2 വീക്സിനുള്ളിൽ വരച്ചതാണ് ഇവിടെ ഇരിക്കുന്ന മിക്ക പിക്കും. രാവും പകലും ഇല്ലാതെ വരച്ചയാ. ഞാൻ ഇത് മേളിന്ന് താഴോട്ട് ഞാൻ പഠിക്കുക. അപ്പൊ ഓരോ ടൈം വരുമ്പോഴും ഓരോ പിക്ചർ ഇവിടെ കാണാം. ഓരോ വട്ടവും ഞാൻ താഴെ വരുമ്പോൾ ഓരോ പുതിയ പിക്ചർ. രാത്രിയിൽ ഒക്കെ ഇരുന്ന് വരയ്ക്കുന്നതാണ്. ആ വലിയ പിക്ചർ കൂടെ കാണിച്ചു കൊടുക്കുക അല്ലേ? 1-2 ഒരു ഇത് എത്ര ഒരു സെന്റിമീറ്റർ കാണും ഡയമെൻഷൻ? ഇതെന്ന് A4 സൈസ് എന്ന് പറയുന്ന സൈസ് അറിയാലോ, അതിന്റെ ഹാഫ് ആണ് ഇത്. ഏത്? അതായത് A5 എന്നാ പറയുന്നത്. A5 അതിന്റെ ഒരു ഇച്ചിരി കൂടെ ചെറുപ്പമേ ഉള്ളൂ ഇത്. എന്നാലും പിക്ചേഴ്സ് ഇത് കണ്ടോ, ഇത് വളരെ പെട്ടെന്ന് വരച്ചൊരു പിക്കാണ്. മഴയത്ത് ഒരു കുട്ടി ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്ന പല അർത്ഥങ്ങളും നമുക്ക് അതിൽ എടുക്കാം അല്ലേ? വളരെ കുറച്ച് ടൈമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, വളരെ വേഗത്തിൽ. പക്ഷെ ചിലത് ഒരുപാട് സമയം ചിലതൊക്കെ നമ്മള് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കേണ്ട ഇങ്ങനത്തെ കേസുകള്, ഈ പറഞ്ഞ സീബ്ര അങ്ങനത്തെയൊക്കെ ടൈം എടുത്ത് വരയ്ക്കും. ചിലതൊക്കെ ടൈം എടുക്കും. അപ്പൊ നമുക്ക് ആ റൂമിലുള്ളത് കൂടെ, റൂമിലാണ് വെച്ചേക്കുന്നത്, അതുകൂടെ കാണാം. ഇത് ഞാൻ വരച്ച കേട്ടോ. എനിക്ക് അങ്ങനെ അയ്യോ എനിക്ക് ഭയങ്കര മടിയാ ഇങ്ങനെ ടൈമൊക്കെ എടുത്ത് വരയ്ക്കാന്. അതുകൊണ്ട് ഇത് ഉമ്മ വരച്ച. ഇത് ഇവിടെ വ്യക്തമുണ്ടോന്ന് അറിയത്തില്ല. ഇത് ഉമ്മ വരച്ച. ഇത് നല്ല വലിപ്പമുണ്ട്. ഇത് എത്ര വലിപ്പം കാണും? A3 സൈസ്. മോൺസ്റ്റർ ലീഫ്, വോൾക്കാനോ എഗ്. എന്ത് ഇത്? ഇതൊരു എഗ്ഗിന്റെ ഉള്ളിൽ നിന്ന് വോൾക്കാനോ പോലെ തോന്നുന്നല്ലേ? ഇതിലെ കൊരങ്ങനെ ഞാൻ വരച്ചതാ. ഇത് നമ്മള് ബേബീസിന്റെ റൂം ഡെക്കർ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്താ ആനിമേറ്റഡ് പിക്ചർ. ഇതെല്ലാം A3 സൈസാണ്. ഇത് 4 എണ്ണം. ഇത് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും കൊടുക്കാം. കുറച്ച് പിക്ചേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ കൊടുക്കണോ വേണ്ട എന്തെങ്കിലും ആലോചിച്ച് വരുവാണ്. ആരെങ്കിലും വേണമെന്ന് അത്യാവശ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അഥവാ ഞങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ കോപ്പി അല്ല, ഒറിജിനൽ എന്താ പറയാ സാധനമായിരിക്കും, കോപ്പി ആയിരിക്കത്തില്ല. അഥവാ നമ്മൾ കൊടുക്കുവാണെങ്കിലും ഒരു പീസ് ഒരാൾക്കല്ലേ? ഇപ്പൊ ഞാൻ തീരുമാനിച്ചില്ല. എന്തെങ്കിലും അങ്ങനത്തെ ഇത് വരുവാണെങ്കിൽ പുറകെ നമുക്ക് അനൗൺസ് ചെയ്യാം. ഇപ്പൊ പിക്ക് കണ്ട് ആർക്കെങ്കിലും വേണം എന്നുള്ള ഒരു ആഗ്രഹം പറയുവാണെങ്കിൽ മാത്രം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഉള്ളവര്, അതുകൊണ്ട് ആലോചിക്കാം. ഇപ്പോൾ എൻ്റെ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഏകദേശം പടം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഉമ്മയുടെ കഴിവിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മെയിൻ സംഭവം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് അതായിരുന്നു ഏതെങ്കിലും ഒരു ഹോബി ഇതായി കഴിഞ്ഞാൽ ഫുൾ അതെ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. പിന്നെ ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു വർക്ക് ഉണ്ടല്ലോ, ലീഫ് പോലെയൊക്കെ, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കുറെയൊക്കെ ചെയ്തു. ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യണം. മെറ്റീരിയൽ ഓരോ സീസണിലും ഓരോ ഹോബി. പിന്നെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്തു. പിന്നെ നേരത്തെ നമ്മുടെ ആശ്രമ ഷോപ്പൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഡിസൈൻ ചെയ്ത പല ഡ്രസ്സുകളും നെറ്റ് വെച്ചിട്ട് ടുട്ടു ഫ്രോക്ക് ഡ്രസ്സ്, കുഞ്ഞ് സ്കേർട്ട്, അങ്ങനെയൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നീരജ് മാധവന്റെ വൈഫ്, നീരജ് മാധവന്റെ കുഞ്ഞു ബേബിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഓളിനോളിലാണോ സെമിനാർ ഏതിലാണെന്ന് അറിയില്ല. ഇപ്പൊ തൽക്കാലം പിക്ചർ ഇതാണ്ട് ഇങ്ങനെ ആയി വരുന്നു. കണ്ടോ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സ്കെച്ച് ചെയ്തോണ്ടിരുന്ന സാധനമാണ്.
അത് ഒറിജിനൽ കാണിക്കണ്ട, അത് കുറച്ചൊക്കെ കുളമായി. ഞാൻ എൻ്റെ ഉള്ള ഐഡിയയിൽ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. ഓക്കെ, ഞാൻ വരച്ച പടങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ പിക്ചേഴ്സൊക്കെ വരച്ച് ഞാൻ കാണിക്കാം. ഷോപ്പിൽ ഒത്തിരി പിക്ചേഴ്സ് A4 സൈസിൽ വരച്ച ഒത്തിരി പിക്ചേഴ്സ് ഷോപ്പിൽ ഷോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, എൻ്റെ പിക്ചേഴ്സ് കണ്ട് അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.